KSEB അടിമുടി മാറ്റത്തിനൊരുങ്ങുന്നു. മാറ്റം എന്താണെന്നല്ലേ പറഞ്ഞുതരാം. വൈദ്യുതി ഉപയോക്താക്കളിൽ നിന്നും കാര്യമായ രീതിയിൽ വിമർശനങ്ങളും പ്രതിഷേധങ്ങളും ഉയർന്ന സാഹചര്യത്തിൽ KSEB പറയുന്നു, ആരും പേടിക്കേണ്ട, ഞങ്ങൾ ഒരു മാറ്റത്തിനൊരുങ്ങുന്നുവെന്ന്. മാറ്റം കേട്ടോളൂ. ഉപയോക്താക്കളിൽ നിന്നും സ്വന്തമായി റീഡിംഗ് നടത്തി ബിൽ അടയ്ക്കാനുള്ള സൗകര്യം, ബില്ലിനൊപ്പം QR കോഡ് സെറ്റ് ചെയ്ത് പേയ്മെന്റ് വേഗത്തിലാക്കാനുള്ള സൗകര്യം, ഇതിന് പുറമെ ബിൽ നൽകുമ്പോൾ ബില്ലിംഗ് മെഷീൻ ഉപയോഗിച്ച് തന്നെ അപ്പോൾ തന്നെ ഉപയോക്താക്കളിൽ നിന്നും പണം അടയ്ക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തുന്നതും സജീവ പരിഗണനയിലാണ്. ഇനി മറ്റൊരു മികച്ച തീരുമാനം പറയട്ടെ. നിലവിൽ KSEB 2 മാസം കൂടുമ്പോഴാണല്ലോ ബിൽ നൽകുന്നത്. ഇനി മുതൽ ഭാരം കുറയ്ക്കാൻ പ്രതിമാസ ബിൽ ആക്കാനുള്ള നീക്കവുമുണ്ട്. അതായത് 200 യൂണിറ്റിന് മുകളിൽ വൈദ്യുതിയുടെ ഉപയോഗം കടന്നാൽ തുടർന്ന് വരുന്ന ഓരോ യൂണിറ്റിനും ഉയർന്ന താരിഫായ 8 രൂപ 20 പൈസ കൊടുക്കേണ്ടി വരുന്നു. അതുകൊണ്ട് തന്നെ പ്രതിമാസം ബിൽ തരുന്നത് ഉപയോക്താക്കൾക്ക് ആശ്വാസമാകില്ലേ? പക്ഷേ അവിടെയും ഒരു കുഴപ്പമുണ്ട്. എന്താണെന്ന് വെച്ചാൽ അങ്ങനെ എല്ലാ മാസവും വന്ന് റീഡിംഗ് നടത്താനുള്ള തൊട്ട് നമ്മുടെ KSEBയുടെ കയ്യിലില്ല. അതുകൊണ്ട് നമ്മൾ തന്നെ ഉപയോക്താക്കൾ തന്നെ റീഡിംഗ് നടത്തി അവരെ കൊണ്ട് തന്നെ റീഡിംഗ് നടത്തിക്കാനുള്ള സംവിധാനവും ആലോചിക്കുന്നുണ്ട്. പക്ഷെ ഇതെല്ലാം ചെയ്യുമ്പോഴും ചെലവുണ്ട് മക്കളെ. ഒരു 42,800 കോടി രൂപ മാത്രം. വൈദ്യുതി ഉൽപാദനം കൂട്ടാനും 2030 ആവുമ്പോൾ സ്ഥാപിത ശേഷി 10,000 മെഗാവാട്ടായി ഉയർത്താനുമൊക്കെ ഈ തുക അല്ലെങ്കിൽ ഈ ഒരു നിക്ഷേപം ആവശ്യമാണ്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, സംസ്ഥാനത്തിന് ആവശ്യമായ വൈദ്യുതിയുടെ 30% മാത്രമേ KSEB ഇപ്പോൾ ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ എന്നതുകൊണ്ട് വരും വർഷങ്ങളിൽ സംസ്ഥാനത്ത് കുത്തനെയുള്ള വൈദ്യുതി ചാർജ് വർധനവ് നൈസായിട്ട് തുടരുമെന്നാണ് സൂചന. ജലവൈദ്യുത മേഖലയിൽ 12,000 കോടി രൂപയുടെയും കാറ്റിൽ നിന്നുള്ള വൈദ്യുതി ഉൽപാദനത്തിനായി 3,000 കോടി രൂപയുടെയും സൗരോർജ്ജ പദ്ധതിക്കായി 2,500 കോടി രൂപയുടെയും പമ്പ്ഡ് സ്റ്റോറേജ് പദ്ധതികൾക്കായി 12,000 കോടി രൂപയുടെയും ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം ഉൾപ്പെടെയുള്ളവയ്ക്കായി 13,000 കോടി രൂപയുടെയും നിക്ഷേപം ആവശ്യമാണെന്നാണ് KSEBയുടെ കണക്കുകൂട്ടൽ. വൈദ്യുതി നിരക്കുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ആഴ്ച വൈദ്യുതി കമ്മീഷൻ നടത്തിയ പൊതു തെളിവെടുപ്പിലാണ് KSEB ചെയർമാൻ ബിജു പ്രഭാകർ കമ്മീഷന് മുമ്പിൽ ഈ കണക്കുകൂട്ടലുകൾ അവതരിപ്പിച്ചത്. കേരളത്തിന്റെ വൈദ്യുതി ആവശ്യത്തിന്റെ 30% മാത്രമാണ് ഇപ്പോഴത്തെ ശേഷി. ഈ ഡിമാൻഡ് സപ്ലൈ വിടവ് നികത്താൻ വൈദ്യുതി വാങ്ങുന്നതിനുള്ള ചെലവ് 2016-17 7,393 കോടി ആയിരുന്നത് 2022-23 11,241 കോടിയായും 2023-24 12,983 കോടിയായും ഉയർന്നതായി KSEB പറയുന്നു. ഉൽപാദനശേഷി വർദ്ധിപ്പിക്കാൻ കേന്ദ്ര ധനസഹായം തേടുന്നുമുണ്ട്. VGF അഥവാ വയബിലിറ്റി ഗ്യാപ് ഫണ്ടിംഗ് ഉപയോഗിച്ച് 8 സ്ഥലങ്ങളിൽ പദ്ധതികൾ നടപ്പിലാക്കാൻ KSEB നിർദ്ദേശിക്കുന്നു അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നു. 2026 മാർച്ച് 31 മുൻപ് പ്രോജക്റ്റിന് അനുമതി ലഭിച്ചാൽ 40% വരെ കേന്ദ്ര സ്കീമിന് കീഴിൽ ലഭ്യമാകുമെന്നാണ് KSEB പ്രതീക്ഷിക്കുന്നത്. അനുമതി ലഭിച്ചാലുള്ള KSEBയുടെ പ്രതീക്ഷയാണ്, അതും 40%. എന്തൊക്കെയാണെങ്കിലും എല്ലാം കൂടി കൂട്ടുമ്പോൾ 100% കിട്ടുന്നത് വരെ നമ്മൾ ഉപഭോക്താക്കൾ എന്ത് ചെയ്യും? സഹിക്കുക തന്നെ. അവർ ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കും.